ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഡയറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്നൊരു ഫുഡ് റുട്ടീനുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ ഏതൊക്കെ രീതിയിലാണ് ഡയറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കും. പിന്നെ ഇതുപോലൊരു ഗ്ലാസ്സിൽ ഒരു സ്പൂണ് ചിയാ സീഡ്സ് ഇട്ട് വയ്ക്കും. എന്നിട്ട് പിന്നെ നമ്മൾ കിച്ചണിൽ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോൾ അത് കുതിർന്നിരിക്കുമല്ലോ. അപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചിട്ട് ഇതൊരു ഗ്ലാസ് കുടിക്കും. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആവുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഇന്നിപ്പോൾ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. അപ്പോൾ ഞാൻ 3 ഇഡ്ഡലി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ സാമ്പാറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് 2 ദോശ 2 ചപ്പാത്തി അങ്ങനെയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ 11 മണിക്ക് അങ്ങനെ ഒന്നും കഴിച്ചില്ല കേട്ടോ. പിന്നെ നേരിട്ട് 1 മണിയൊക്കെ ആയപ്പോൾ ലഞ്ച് കഴിച്ചു. ഇതുപോലെ ഒരു ബൗളിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പം നമുക്ക് എല്ലാ ദിവസവും ഒരു കണക്ക് കിട്ടുമല്ലോ നമ്മൾ കഴിക്കുന്ന റൈസിൻ്റെ. അപ്പോൾ അതുപോലെ ഒരു ബൗളിലാണ് ഞാൻ ചോറെടുത്തത്. പിന്നെ ഇത് ചെറുപയർ പുഴുങ്ങി വെച്ചതാണ് കേട്ടോ. വെറുതെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെറുതെ പുഴുങ്ങിയതാണ്, തേങ്ങയൊന്നും ഇട്ടിട്ടില്ല. പിന്നെ ബീൻസിൻ്റെ തോരനും പിന്നെ രാവിലത്തെ സാമ്പാറൊക്കെയാണ് ഞാൻ കഴിച്ചത്. ശരിക്കും ലഞ്ചിനും ചോറ് ഒഴിവാക്കിയിട്ട് ചപ്പാത്തിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് നമ്മൾ വെയിറ്റ് കുറയും. പക്ഷേ എനിക്ക് ഉച്ചയ്ക്ക് ചോറില്ലാണ്ട് പറ്റില്ല. രാത്രി ചപ്പാത്തി കഴിക്കും. പിന്നെ പുറത്ത് പോവേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഇതുപോലെ പപ്പായ മുറിച്ച് കഴിച്ചു. പിന്നെ 5 മണിക്ക് വാക്കിങ്ങിന് പോവും. അതിപ്പം കുറേ വർഷമായിട്ട് ഞാൻ പോകുന്നതാണ്. ഡയറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പോവും. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഒരു 6:30 7 മണിക്കുള്ളിൽ എന്തായാലും ഞാൻ ഡിന്നർ കഴിക്കും. ഇപ്പോൾ 2 ചപ്പാത്തിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഡയറ്റ് ചെയ്യുന്ന സമയത്തുള്ളൊരു ഫുഡ് റുട്ടീന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.